നമസ്കാരം. ഡോക്ടർ ടി പി സെൻകുമാർ, അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു മുന്നണിയുടെയും സംഘപരിവാറുകാരുടെയും വളരെ വേണ്ടപ്പെട്ട ആളാണ്. ശബരിമല വിഷയത്തിലൊക്കെ വലിയ തോതിൽ ഒരുപാട് വേദികളിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഹിന്ദു മുന്നണിയുടെ ഹിന്ദു വേദികളിൽ ധാരാളമായി സംസാരിക്കുന്ന ആളാണ്. അതേസമയം ബി ജെ പി വേദികളിൽ കാണാറുമില്ല. അദ്ദേഹം ഇപ്പോൾ ഇലക്ഷൻ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ വളരെ അപക്വമായ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് എന്നുള്ളതാണ്. കേരള സമൂഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രമോ കേരള സമൂഹത്തിന്റെ രാഷ്ട്രീയമായ കാര്യങ്ങളോ പഠിക്കാതെ നടത്തിയതാണ് എന്ന് വിചാരിച്ച് ഈ വീഡിയോ ചെയ്യുന്ന സെൻകുമാറിനുള്ള മറുപടി അല്ല. ഏതെങ്കിലും ഒരു ത്രെഡ് എടുത്തുകൊണ്ടേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങളെ. അദ്ദേഹം പറയുന്നത് എറണാകുളം ജില്ലയിൽ 6% വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 48% ഹിന്ദുക്കൾ ഉള്ളിടത്ത് 6% മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതി. മലപ്പുറത്ത് 6.97% വോട്ട് കിട്ടി, കോട്ടയത്ത് 15% കിട്ടുള്ളൂ, പത്തനംതിട്ടയിൽ 19% കിട്ടുള്ളൂ, 55% ഹിന്ദുക്കളാണ്, ഇടുക്കിയിൽ 10% കിട്ടിയുള്ളൂ, 25% തിരുവനന്തപുരത്ത് വോട്ട് കിട്ടി. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്ക്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കേരളം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയും ഈഴവ കമ്മ്യൂണിറ്റിയാണ് മെജോറിറ്റി കമ്മ്യൂണിറ്റി. അതിൽ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ വരുന്ന 75 ലക്ഷം പേരിൽ മഹാഭൂരിപക്ഷം പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരോ ആണ്. അതിൽ കുറച്ചു പേർ മാത്രമാണ് കോൺഗ്രസിന് എല്ലാ കാലവും വോട്ട് ചെയ്യുന്നത്. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ വലിയ നേതാക്കളിൽ എണ്ണം കുറവാണെങ്കിലും സാധാരണ നേതാക്കളിൽ ഒരുപാട് ഈഴവാസാണ് ഉള്ളത്. SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ ശക്തമായി അവർക്കുണ്ട്. ഒരു കാരണവശാലും SNDPയുടെ ആളുകൾക്ക് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന് വേണ്ടി ഇങ്ങനെ ആഹ്വാനം ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും അവർക്കൊരു ഹിന്ദുത്വ ലൈനിൽ മാത്രം ചിന്തിച്ച് വരാൻ കഴിയില്ല. അതിൽ തന്നെ നായർ കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു 47 ലക്ഷം നായർ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരും പല കഷ്ണങ്ങളായിട്ട് നിൽക്കുന്ന പരമ്പരാഗതമായി കോൺഗ്രസിനോട് നിൽക്കുന്നവരാണ് നായർ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് പിന്നെ കുറെ പേരുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്നുണ്ട്. അവരിൽ നിന്നും ഊരി വരാനും കുറെ പ്രയാസമുള്ള കാര്യമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു 10-88 ലക്ഷമുണ്ട്. അവർ പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് അവർ അവരുടെ രീതിയിൽ പോകുന്നു. ക്രൈസ്തവർ ഒരു 61 ലക്ഷം വരുന്നത് അവർ 3-4 ജില്ലകളിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നൊക്കെ തുടങ്ങിയ 3-4 ജില്ലകളിൽ ഉള്ളതുകൊണ്ട് അവരും കൺസോൾട്ടേറ്റ് ചെയ്ത് പോകും. ഹിന്ദുക്കൾക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു സെമറ്റിക് മതം അതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാനില്ല, ഒരു സെമറ്റിക് ആചാര്യൻ കൺട്രോൾ ചെയ്യാനില്ല, അല്ലെങ്കിൽ ബൈബിൾ പോലെ ഖുറാൻ പോലെ കാര്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. ഒരു 14 മുതൽ 15% വരുന്ന നായർമാര്, അല്ലെങ്കിൽ 23% വരുന്ന ഈഴവാസിനും അങ്ങനെ വരുന്ന എല്ലാം കൂടി വരുന്ന ഒരു 3-4 കോടി അല്ലെങ്കിൽ 3.5 കോടി ജനങ്ങളിൽ വരുന്നതിൽ നിന്ന് ഞാനീ പറയുന്ന 1.5 കോടി 2 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചത് കൊണ്ടത് അതിൽ നാസ്തികനുണ്ട്, ആസ്തികനുണ്ട്, ഇടതുപക്ഷമുണ്ട്, എല്ലാം ഉണ്ട്. അതിനകത്താണ് 10 ലക്ഷം വരുന്ന 5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, 7.5 ലക്ഷം വരുന്ന പെൻഷൻ പറ്റിയ ആളുകൾ, അംഗനവാടിക്കാർ, ഇങ്ങനെയുള്ള വർഗ വിഭജന സംഘടന, പിന്നെ CIT-കാർ, പിന്നെ അതുപോലെ തന്നെ എല്ലാ സർവീസ് സംഘടനകളുടെ ആളുകളും കൂട്ടുമ്പോൾ വലിയൊരു സംഖ്യ വരും. ആ സംഖ്യകളെല്ലാം ഇടതുപക്ഷത്തിലാണ് നിൽക്കുന്നത്. അവർ പെട്ടെന്ന് അങ്ങനെ മാറുന്നവരല്ല. അത് ഹിന്ദുത്വം കേട്ടാൽ അവർ ഒട്ടും മാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തോട് അവർക്ക് ഒരു താല്പര്യമില്ല. കാരണം കുറെ കൂടി മതേതരമായി ചിന്തിക്കുന്ന ഒരു മനസ്സാണ് ഇവിടെ ഉള്ളത്. ഒരു ഇടതുപക്ഷ ലൈനിൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ CPI-ലോ വിശ്വസിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ പോലും ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. ഞാൻ ഇടതുപക്ഷ മനസ്സെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ് പുരോഗമനം പറയുന്നവരെന്നും പുരോഗമന കലാസാഹിത്യ സംഘമൊക്കെ വന്നപ്പോൾ EMS പറഞ്ഞൊരു വാക്യമുണ്ട്. ഇതൊക്കെ സെൻകുമാർ പഠിച്ചുകൊണ്ട് വേണം ഡോക്ടർ സെൻകുമാർ അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ വിശകലനത്തിലേക്ക് പോകാൻ. അഭിപ്രായം എപ്പോഴും പറയാം, വിശകലനത്തിലേക്ക് പോകാൻ. സാഹിത്യത്തിൽ നിൽക്കുന്നവർ തന്നെ കൂടെ നിൽക്കുന്ന, അതായത് പുരോഗമനപരമായി ജനപക്ഷത്ത് നിന്ന് എഴുതുന്നവർ ഹൃദയപക്ഷത്ത് ഉള്ളവരും അവരൊക്കെ പുരോഗമനക്കാരും അല്ലാതെ എഴുതുന്നവരൊക്കെ മോശക്കാരുമാണെന്നൊരു കാലഘട്ടത്തിൽ പറഞ്ഞുണ്ടാക്കി. ഇന്ന് ആ അലകൾ ഇന്നും തീർന്നിട്ടില്ല. ഇന്നും BJP വിചാരിച്ചാൽ കുറച്ച് സാംസ്കാരിക നായകരെ ഒന്നിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സകല സാംസ്കാരിക നായകന്മാരും, അത് ഹിന്ദുവായിട്ടുള്ള സാംസ്കാരിക നായരായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും എല്ലാവരും വർഗീയത എന്ന് പറഞ്ഞ് മോദിയെയും അതുപോലെ തന്നെ BJP RSSനെയും തെറി പറയുന്നവരാണ്. അതുപോലെ തന്നെ പിന്നെ ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന എഴുത്തുകാരെ എടുത്തോളൂ, കവികളെ എടുത്തോളൂ, ഇവരാരെയും കിട്ടിയിട്ടില്ല. തപസ്യയിലൊന്നും അങ്ങനെ ഒരുപാട് ആളുകളില്ല. അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളരെ ശക്തമാണ് കേരളത്തിൽ. അവർ ഇടതുപക്ഷത്താണ് നിൽക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പൊ AK ആന്റണിയെ പോലുള്ള ആളുകൾ കോൺഗ്രസിൽ നിൽക്കുന്ന ആളുകളും
ഒരു ഇടതുപക്ഷ മനസ്സുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഒരു പുരോഗമനപരമായ മനസ്സുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അധോഗമനം പറയുന്നു എന്ന് അങ്ങോട്ട് അർത്ഥമില്ല. മാത്രമല്ല, വികസനം എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ട് മാത്രം നിൽക്കില്ല, ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ട് മാത്രവും നിൽക്കില്ല. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന പിടിച്ചിട്ട് ആകാശത്ത് പറക്കുന്നത് എടുക്കാമെന്ന് വെച്ചാൽ കയ്യിലിരിക്കുന്നതേ കാണുള്ളൂ, ആകാശത്ത് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ പറക്കുന്നത് ഒന്നും പറക്കുന്നുണ്ടാവില്ല. അതൊക്കെ വേറെ ഏതെങ്കിലും കുട്ടയിൽ കിടക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇനി വേറൊരു പ്രശ്നമുണ്ട്. ക്രിസ്ത്യാനികളെ അങ്ങനെ കൈക്കലാക്കാനും പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകളെ വേണ്ടി കുറെ കൂടി ഒരു അഡമന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടെടുത്തപ്പോൾ സംഘപരിവാറിന്റെ ആളുകളെല്ലാം വന്നിട്ട് മറ്റ് ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് പൊങ്കാലയിട്ടത്. അപ്പോൾ ഇതിന്റെ ഒരു പരിമിതിയും BJPക്ക് ഉണ്ട്. അപ്പോൾ വല്ലാതെ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ കഴിയില്ല. മുസ്ലിംസ് എന്ന ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല, അവരെല്ലാം മോദി വിരുദ്ധരായിട്ടാണ് നിൽക്കുന്നത്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇങ്ങനെ 3ഓ 4ഓ ക്ലാസുകളിലായി നിൽക്കുകയാണ്. അതിൽ മഹാഭൂരിപക്ഷം പേർ ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ രാഷ്ട്രീയമായി കൂടെ നിൽക്കുന്നവരാണ്. അവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പണിയാണ്. പിന്നെ പറയുന്ന ഒരു പ്രധാന പ്രശ്നം, താങ്കൾ കാണാതെ പോകുന്ന വലിയൊരു പ്രശ്നം, 70ഓ 75% പേരെ മാക്സിമം വോട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 25% പേരും വോട്ട് ചെയ്യുന്നില്ല. ആ 25%-ൽ നല്ലൊരു ഭാഗവും ഹിന്ദുക്കളുണ്ട്. അവർ വോട്ട് ചെയ്യില്ല. അവർ എങ്ങനെ നോക്കിയാലും വോട്ട് ചെയ്യില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിൽ നിന്നും മാസ്സായിട്ട് മൊബിലൈസ് ചെയ്തവർ പോയി വോട്ട് ചെയ്യും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. പള്ളിയും മറ്റ് സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് മാസ്സായി പോയി വോട്ട് ചെയ്യും. അങ്ങനെ ഒരു മാസ് മൊബിലൈസേഷൻ ഹിന്ദുവിന് നടത്താൻ കഴിയില്ല, കഴിഞ്ഞിട്ടുമില്ല, അത് എളുപ്പവുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുടെ പുറത്താണ് കേരള രാഷ്ട്രീയം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം മാത്രം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ കുട്ടയിലിരിക്കുന്ന ഹിന്ദുക്കളെ, അല്ലെങ്കിൽ കേരളത്തിലുള്ള 55% വരുന്ന 56% വരുന്ന ഹിന്ദുക്കളെ മൊത്തം ഇങ്ങ് മാറ്റിയാൽ ഇപ്പോൾ ഉള്ള 20% കിട്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയ 20%, 25%, 30% ആക്കി കുറെ സീറ്റുകൾ പിടിച്ച് കളയാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. തിരുവനന്തപുരത്ത് 15 സീറ്റ് കൂടുതൽ പിടിച്ചു. 15 സീറ്റ് കൂടുതൽ പിടിച്ചതിൽ ഒരു 5 സീറ്റെങ്കിലും ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുള്ള സീറ്റുകൾ കൂടിയാണ് BJP പിടിച്ചിരിക്കുന്നതെന്ന് സെൻകുമാർ മനസ്സിലാക്കണം. കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായി BJP തോറ്റുപോവുകയാണ് ചെയ്തത്. അതുപോലെ പല മണ്ഡലങ്ങളിലും വാർഡുകളിലും BJP തോറ്റുപോയി. പന്തളത്ത് BJP തോറ്റുപോയി. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ BJP ഒന്നാം കക്ഷിയായെങ്കിലും പിന്നോട്ട് പോയി. അങ്ങനെ പാലക്കാട് BJP വലിയ സ്വാധീനമുള്ളിടത്ത് പിന്നോട്ട് പോയി. അതെല്ലാം ഹിന്ദുവിന്റെ വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമല്ല, ഹിന്ദുവിന്റെ വോട്ട് കൺസോൾഡേറ്റ് ചെയ്താലും പിന്നെയുമുണ്ട് പ്രശ്നങ്ങൾ തീരാതെ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പരമ്പരാഗതമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വോട്ട് എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരാം, അതുപോലെ പരമ്പരാഗതമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ട് എങ്ങനെ കൊണ്ടുവരാം, പരമ്പരാഗതമായി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് മറ്റു പാർട്ടികൾ വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് എങ്ങനെ കൊണ്ടുവരാം, അങ്ങനെ പിന്നെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നവരെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള വളരെ ബാലൻസിങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം കൊണ്ടല്ലാതെ, അത് കുറെ കൂടി ഒരു മതേതര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയം കൊണ്ടല്ലാതെ ഹിന്ദുക്കളെ മൊത്തം ഇങ്ങ് സംഘടിപ്പിച്ച് ഹിന്ദുക്കളെല്ലാം കൂടി BJPക്ക് വോട്ട് ചെയ്ത് പിന്നെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തോൽപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്നത് അത് കേവല രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിഞ്ഞുകൂടാത്തതിന്റെ ഒരു കഥയാണ്. നോർത്ത് ഇന്ത്യ അല്ല കേരളം.